വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നല്ല കിടുക്കനൊരു മുട്ട ബജ്ജി ഉണ്ടാക്കി വെച്ചാലോ. മുട്ട കഴിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ മക്കൾ കഴിക്കില്ല, മുട്ട കഴിക്കാറില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രദർ ഇൻ ലോ വരുന്നുണ്ട്, അവൻ വരുന്നതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു 5-6 മുട്ട ഞാനതേ പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അപ്പം ബജ്ജി ഞാനൊരു 5 മുട്ടക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് ഇത് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കാൻ പോവുകയാണേ. മുട്ട ഞാനവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു 1.5 കപ്പ് നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇതിങ്ങനെ പാക്കറ്റിലാണ് കിട്ടുക, ചന ബേസൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കറ്റിൽ നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും അധികമായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബജ്ജിക്ക് കായപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഞാൻ ഈ ബജ്ജിക്ക് ചേർക്കുന്നത്, നമ്മുടെ മല്ലിയില. ഇതിൻ്റെ ഒരു ഫ്ലേവർ ആ ബജ്ജീനകത്തോട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ലൊരു വ്യത്യസ്തമായ രുചി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ പൊടിയായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇലകളും, അതായത് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ ആ ബജ്ജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനേ പാടില്ല. അപ്പോൾ ഇതിന് സാധാരണ പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ബജ്ജി ഉണ്ടാക്കുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ് എനിക്കിഷ്ടമല്ല, മുട്ട തന്നെയാണ് കൂടുതലും എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് കട്ടിയിലാക്കുന്നില്ല. നമുക്കങ്ങനെ നല്ല കോട്ടിങ് വേണം എന്നുള്ളവർക്ക് ഇതിലും കുറച്ചും കൂടിയും കട്ടിയിൽ മാവ് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നൈസ് കോട്ടിങ് മാത്രമേ പുറത്തുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറയണത്, നമുക്ക് മുട്ട ഇങ്ങനെ പുഴുങ്ങി മുറിക്കുന്ന സമയത്ത് കത്തിയും കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കത്തി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാം ഒക്കെ നമ്മളെ കത്തിയിലൊക്കെ പറ്റിപ്പിടിച്ച് അതിൽ നിന്ന് ഇളകി വരാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നീറ്റായിട്ട് മുറിച്ച് കിട്ടണം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഒരു സൈഡിൽ അമർത്തി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കത്തി വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ കുറച്ച് പരിപ്പ് വടയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണയല്ലേ, ആ പരിപ്പ് വടയും കൂടി ഈ ബജ്ജിയും കൂടി ഉണ്ടാക്കിയിട്ട് കളയാമെന്ന് കരുതി. അപ്പോൾ അതേ എണ്ണ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പരിപ്പൊടി ഉണ്ടാക്കിയതിന് ശേഷം. വീണ്ടും ഒന്ന് ഓൺ ചെയ്ത് അത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ വേറൊന്നുമില്ല, നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ നന്നായിട്ട് ബാറ്ററിനകത്തോട്ട് പൊതിഞ്ഞ് നമുക്കതിനകത്തോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലോ ഭാഗം മേലെ വരുന്ന വിധത്തിൽ നമ്മൾ ബാറ്ററിൽ മുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് മുക്കി ഞാൻ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം മാറ്റാൻ മടിച്ചിട്ടാണ്, കുറച്ചുകൂടി പരന്ന പാത്രത്തിലാണെങ്കിൽ കുറച്ചധികം ഇട്ടെടുക്കാം. ഞാൻ പിന്നെ പാത്രം വീണ്ടും മാറ്റാൻ മടിച്ചിട്ട് അതേ പരിപ്പൊടി ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം മുക്കിപ്പൊരിച്ച് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നന്നായി പൊങ്ങിയിട്ടും വരും. നമ്മൾ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിയിട്ട് മുറിച്ച മുട്ടയാണെന്ന് തോന്നില്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ മുഴുവൻ മുട്ട ബജ്ജി ഉണ്ടാക്കിയതുപോലെ വരും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മുടെ ബജ്ജിയൊക്കെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്, മിക്ക ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിൽ മല്ലിയിലയും കറിവേപ്പിലയും പലരും ചേർക്കാറില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേക രുചി അതും കൂടി അറിയിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഇട്ടത്. അപ്പോൾ എന്തായാലും ഞാനിത് എൻ്റെ മുട്ട ബജ്ജിയൊക്കെ നല്ല ഗോൾഡൻ നിറത്തിൽ വറുത്ത് കോരിയെടുക്കണം. ഒരുപാട് ഡാർക്ക് കളർ ആവാൻ നിൽക്കണ്ട, കാരണം വറുത്ത് കോരി എടുത്തുനിന്നും കുറച്ചും കൂടി കളർ മാറും. ഏകദേശം ഒരു ഗോൾഡൻ കളറിലിരിക്കുന്നത് തന്നെയാണ് ഇത് കാണാൻ ഭംഗി. അപ്പോൾ നമ്മൾ ആ ഒരു പാകത്തിന് തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ മുട്ട ബജ്ജിയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കറക്കാൻ നിൽക്കരുത്. ഈ ഒരു പാകത്തിന് തന്നെ കടലമാവാണ്. ഒരുപാട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ് അല്ലെങ്കിൽ കയ്പ്പ് ചുവ വരും. അപ്പം അത്ര ഒരുപാടാവാതെ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതങ്ങ് കോരി മാറ്റിയിട്ട് ഇനി എല്ലാ മുട്ടയും എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ലാസ്റ്റുള്ള 2 എണ്ണമാണ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ ചുട്ടെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ മുട്ട ബജ്ജിയൊക്കെ ചുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല കിടുക്കനായിട്ടുള്ള മുട്ട ബജ്ജി. അപ്പോൾ എന്തായാലും മുട്ട ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.